പോന്നേ? അമ്പലത്തിൽ. ഏതമ്പലത്തിലാ? ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ ബർമിംഗം. ഓക്കെ. Hello. That is so long a line. Yes. ഇന്ന് നമ്മൾ പോകുന്നത് ബർമിംഗ്ഹാമിലുള്ള ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിളിലോട്ടാണ്. ഇവിടെ അമ്പലങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ആ ഒരു വൈബൊക്കെ കിട്ടുന്ന വളരെ ചുരുക്കം അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ നിന്നിട്ട് ആകെ ഈ ഒരു അമ്പലം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതും നമ്മുടെ കേരളത്തിലെ അമ്പലത്തിനെ പോലെയല്ല, പക്ഷേ നമുക്ക് ആ ഒരു അമ്പലത്തിൽ പോയ ഒരു വൈബും ഫീലും ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ബർമിംഗ്ഹാമിലോട്ടാണ് ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഈ അമ്പലം നിൽക്കുന്നത് ബർമിംഗ്ഹാമിലല്ല, ബർമിംഗ്ഹാമിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. ഇനി ബർമിംഗ്ഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ UK തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ ഒരു രാജ്യത്ത് വന്നതിന് ശേഷം പോകാൻ വളരെ പേടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ബർമിംഗ്ഹാം. ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ഒരു വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്തതാണ്, പക്ഷേങ്കിൽ ഞങ്ങളന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. നമ്മുടെ ഫോൺ പോലും പുറത്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, കാരണം അത്രയും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് ബർമിംഗ്ഹാമിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇത്തവണ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതേ മോട്ടോർവേയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു വീക്കെൻഡാണ് ഈ പോകുന്നത്. അപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം രാവിലെയാണ്. വലിയ തിരക്കൊന്നുമില്ല, പക്ഷേങ്കിൽ ഏകദേശം ഏതെങ്കിലും ടൗണൊക്കെ അടുക്കാറാകുമ്പം ഉള്ള ഒരു തിരക്ക് മാത്രമേ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴികളൊക്കെ എപ്പോഴും ഈ രാജ്യത്ത് എങ്ങോട്ട് പോയാലും ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകുമ്പം ഏകദേശം ഒരു ടൗണോ അല്ലെങ്കിൽ ഒരു സിറ്റി സെൻറ്റർ അടുക്കാറാകുമ്പോൾ മാത്രമേ അവിടെ എങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 86 മൈലോളം യാത്രയുണ്ട്. എന്ന് പറയുമ്പം ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന തരത്തിലുള്ള ഒരു യാത്രയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആകാശത്തിന് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള സ്വഭാവമാണ്. കുറച്ച് മുൻപേ വളരെയധികം ഗ്രേ ആയിരുന്നു, പിന്നെ പെട്ടെന്ന് ബ്രൈറ്റായി. അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേക വെതറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. പിന്നെ ദേ ഈ ഒരു വണ്ടി ഉണ്ടോ, ഇത് ഇവിടെ കുതിരകളെയൊക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വളരെ സേഫ് ആയിട്ടുള്ള വണ്ടികളിൽ മാത്രമേ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ എടുക്കാറാവുമ്പോഴത്തേക്ക്, ചില സ്ഥലങ്ങളിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും രണ്ട് സൈഡും കാണാനായിട്ട്. ഇത്രയും നേരം നല്ല ബ്രൈറ്റ് ആയിട്ട് നിന്ന ആകാശം ദേ വീണ്ടും നല്ല ഗ്രേ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേ കളർ ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത് എന്താ പറയുന്നത്, ഈ ഒരു നാടിൻ്റെ ശാപം പോലെയാണ് ചില സമയത്ത് ഇവിടുത്തെ വെതർ. ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭംഗി വേറെ ഒന്നുമില്ല, പക്ഷേങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ പെട്ടെന്നായിരിക്കും ഇത് മാറുന്നത്. ഇത് പിന്നെയും ബ്രൈറ്റായി. അങ്ങനെ നമ്മൾ മോട്ടോർവേയിൽ നിന്നൊക്കെ എക്സിറ്റ് ആയി ഇതേ ഇപ്പോൾ ഇവിടുത്തെ ഒരു ടൗണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. ശരി, അപ്പം നമ്മൾ എത്താറായിരിക്കുകയാണ്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇത് അത്യാവശ്യം നല്ല ഒരു ഏരിയയിലാണ് കേട്ടോ ഈ ഒരു അമ്പലം നിൽക്കുന്നത്. അകത്തേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് തന്നെ വലിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ.
നമ്മൾ ആന്ധ്രാപ്രദേശ് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം കാണുന്ന അതേ ഒരു ടെമ്പിളിൻ്റെ ഒരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. വലിയൊരു കൊടിമരമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഒന്നും പറയാനില്ല, ഭയങ്കര രസമാണ്. എല്ലാ ഇപ്പോൾ ഈ ഗോപുരത്തിൻ്റെയൊക്കെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തന്നെ. UK-ലെയും യൂറോപ്പിലെയും ഒക്കെ വെച്ച് നോക്കുമ്പം ഏറ്റവും വലിയ ഒരു ഹിന്ദു ടെമ്പിളായിട്ടാണ് ഈ ഒരു ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിളിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു അമ്പലമൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ട്രേസസ് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1970s തുടങ്ങിയ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ തിരുപ്പതിയിലുള്ള വെങ്കടേശ്വര ടെമ്പിളാണ് ഇതിൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. 1980 ഈ പറയുന്ന ഒരു പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിക്കുകയും അത് കഴിഞ്ഞിട്ട് 1984 ഒരു 15 മെമ്പേഴ്സ് ഉള്ള ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് ഇത്രയും തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഞാനിവിടെ ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ആ ഒരു ഐഡിയയ്ക്ക് മുന്നേയും അത് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയും അങ്ങനെ കുറച്ച് ഫോട്ടോസ് കൂടി അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പം മനസ്സിലാവും ഈ ഒരു സ്ഥലം നേരത്തെ എങ്ങനെയായിരുന്നു കിടന്നതെന്ന്. ഇപ്പോൾ ദേ ഈ കാണുന്ന 2 പിക്ചേഴ്സ് കണ്ടോ, ഇതാണ് ഈ ഒരു ടെമ്പിൾ പണിയുന്നതിന് മുന്നേ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് പർച്ചേസ് ചെയ്ത് തുടങ്ങി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്താണ് കണ്ടത്. പിന്നെ ഈ മെയിൻ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ക്യാമറയും കാര്യങ്ങളും ഒന്നും അലൗഡ് അല്ല. ആ ഒരു മെയിൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഭജൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇരുന്ന് ആ ഒരു ഭജനയുടെ വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ നല്ല രസമാണ്. അതൊരു ഭയങ്കര പോസിറ്റീവ് ഫീല് തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പം അവിടെ നമ്മൾ ക്യാമറ ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതുപോലെ നമ്മൾ പിന്നെ പ്രാർത്ഥിച്ച് വന്ന് പുറത്തിറങ്ങി. പിന്നെ ഇവിടുത്തെ വളരെ നല്ലൊരു കാര്യമുണ്ട്, ഇവിടെ അന്നദാനമുണ്ട്. അപ്പം അത് ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും, പക്ഷേ വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പേ വന്നപ്പോഴും അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല തമിഴ് സ്റ്റൈലിലുള്ള ഫുഡ് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി, നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ടെമ്പിൾ നമ്മൾ ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ടിൽ നിന്നൊരു കവാടമുണ്ട്. ആ ഒരു കവാടത്തിൽ നിന്ന് നേരെ നോക്കുമ്പം ഉള്ള ഒരു ഭംഗി ഭയങ്കര രസമാണ്. പിന്നെ നല്ല രീതിയിൽ ചൂട് ഉള്ള സമയം കൂടെയാണ്, സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ലോണും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ അന്നദാനപുരയാണ്. നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അസാധ്യ ഫീല്, രക്ഷയില്ല. കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞ് കൈയൊക്കെ വരച്ച് ഒരു രക്ഷയുണ്ടായിരുന്നു. നല്ല അമ്പലത്തിന്റെ തന്നെ അമ്പലത്തിൻ്റെതായ വൈബുണ്ടായിരുന്നു. നീ എന്താ പരിപാടി? ഇനി അറിയില്ല, ഇനിയിപ്പം അന്നദാനമുണ്ട്, അന്നദാനം കഴിക്കണം, പിന്നെ ഒന്ന് കറങ്ങണം, തിരിച്ചു പോകണം. ഈ ഒരു സമയത്ത് ഇവിടെ അധികം ക്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉച്ചക്കത്തെ ആഹാരമല്ല, ശരിക്കും ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപ്പുമാവായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. അതിനൊരു ഉപ്പുമാവല്ല എന്ന് തോന്നുന്നു, ഇതിന് വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ സാധനമാണ് ഞങ്ങൾ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. How are you feeling? So divine. അല്ലേ? ഭയങ്കര രക്ഷണം. അടിപൊളിയായിട്ടുണ്ടല്ലേ? സ്കൈ ഒക്കെ എല്ലാം അടിപൊളിയാണ്, എക്സെപ്റ്റ് ഈ ഒരു സംഭവം മാത്രം. മഹാവിഷ്ണുവിനെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടേക്കുന്നത് മാത്രം എനിക്കിവിടെ ഇഷ്ടമല്ലാത്തൊരു കാര്യമുള്ളൂ കേട്ടോ. അതാണെങ്കിൽ വെള്ളവും ഇല്ല, അങ്ങനെ അത് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് പറയില്ലേ, പക്ഷേ അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് പറഞ്ഞത്. ബാക്കി എല്ലാം ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ ഉച്ചക്കത്തെ ആഹാരം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതാണ് കഴിച്ചത്. അങ്ങനെ എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ പോയി വന്നു? നമ്മൾ രാവിലെ
രാവിലെ 8 മണിക്ക് പോയി 3 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നു. 3 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വീട്ടിൽ വന്നു. ഇപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ആണെങ്കിൽ അവേഴ്സ് ആൻഡ് അവേഴ്സ്, ഡേയ്സ് ആൻഡ് ഡേയ്സ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ്, ഇറ്റ് വാസ് എൻ ഓസം ട്രിപ്പ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.